ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് വാഴക്കൂമ്പ്. വാഴക്കൂമ്പിന് പല നാട്ടിലും പല പേരുകളാണുള്ളത്. വാഴച്ചുണ്ട്, കൊടപ്പൻ, വാഴത്തട്ട, മാമ്പ്, മാണി, അങ്ങനെ പല പല പേരുകളിലാണ് ഈ വാഴക്കൂമ്പ് അറിയപ്പെടുന്നത്. ഇനി വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇത്രയൊക്കെ വെന്താൽ മതി, അധികം വെന്തിട്ട് കുഴഞ്ഞ രൂപത്തിലാക്കരുത്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ്. സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ നേന്ത്രവാഴയുടെ കൂമ്പാണ്. ഞാലിപ്പൂവിൻ്റെ എടുക്കാവുന്നതാണ്. വേറെ എനിക്കറിഞ്ഞൂടാ, ചിലതിന് നല്ല ചവർപ്പായിരിക്കും. ചിലരിതിൻ്റെ ചവർപ്പ് പോകാനായിട്ട് മോരിൻ്റെ വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നത് കാണാം. പക്ഷേ നേന്ത്രവാഴയ്ക്കും ഞാലിപ്പൂവിനൊന്നും അങ്ങനെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ, ചവർപ്പൊന്നും ഉണ്ടാവില്ല. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ വളമൊന്നും ചേർക്കാത്ത നല്ല നാടൻ നേന്ത്രയുടെ കൂമ്പാണ്. ഈ വാഴക്കൂമ്പിൻ്റെ അകത്ത് നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇത് കഴിക്കണം എന്നാണ്. പിന്നെ ഇത് അടർത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ള പോർഷൻ കാണുന്നത് വരെ അടർത്തിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോവും. ജസ്റ്റ് 3-4 പോർഷൻ മാത്രം അടർത്തിയെടുത്താൽ മതി. ഞാനിവിടെ 3 മാത്രമേ അടർത്തിയെടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ടോപ്പിലുള്ള ഭാഗം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ നല്ല പണിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ വീട്ടിലുള്ള തന്നെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. വാഴക്കൂമ്പിൻ്റെ ഒരു പകുതിയോളം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാഴക്കൂമ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് സവാള, തേങ്ങ ചിരകിയതും, ചെറുപയറും, പച്ചമുളകും, കറിവേപ്പിലയും, മഞ്ഞളും, ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ചൂടാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഈ വാഴക്കൂമ്പിൻ്റെ തോരൻ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ എണ്ണ ചൂടാക്കുന്നൊന്നുമില്ല. അവസാനം കുറച്ച് എണ്ണ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി മാറ്റിയതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. കണ്ടോ, അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. നമ്മളിതിൽ തീരെ എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കുക്കിംഗ് ടൈം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്പം വെളിച്ചെണ്ണ മാത്രം മതി. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.